ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് റവയും നേന്ത്രപ്പഴവും വെച്ച് നമുക്കൊരു ചിരട്ടപ്പുട്ട് തയ്യാറാക്കിയാലോ. അതിനായിട്ട് റവ വറുത്തെടുത്തിട്ടുണ്ട്. അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും നേന്ത്രപ്പഴം നുറുക്കിയെടുത്തിട്ടുണ്ട്. റവ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടതിന് ശേഷം കുറച്ച് നേരം പുട്ടിന് നനയ്ക്കുന്ന പോലെ നനച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം അതിലേക്ക് നേന്ത്രപ്പഴവും തേങ്ങയും മിക്സ് ചെയ്ത് എടുത്ത് വെക്കുക. കുറച്ച് പകുതി നേന്ത്രപ്പഴം എടുത്ത് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് അപ്പം തന്നെ ചിരട്ട എടുക്കുക. അതിൻ്റെ ഹോള് ചെറുതാക്കിയാണെങ്കിൽ കത്തിയുടെ തുമ്പ് വെച്ച് ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ബാക്കി മിക്സ് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് പഴവും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് മിക്സ് ഇട്ട് കൊടുക്കാം. വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു കുക്കർ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. ആവി കയറിയിട്ടുണ്ട്. നമുക്കതിലോട്ട് ചിരട്ട വെച്ച് കൊടുക്കാം. കൈ ആവി തട്ടാതെ നോക്കണേ. ഒരു അടപ്പ് വെച്ചിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. തീ കുറച്ച് വെച്ച ശേഷം വേണം ചിരട്ട വെക്കാൻ. നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ആവി കയറി വെന്തിട്ടുണ്ട്. നമ്മുടെ ചിരട്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം.